ഇന്നലെ വൈകുന്നേരം 3 മണിക്കാണ് ഇരിങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തമുണ്ടായത് ഈ പ്രദേശത്ത് ചില സമയങ്ങളിലൊക്കെ സ്കൂളും അതിൻ്റെ ചുറ്റുപ്രദേശത്തുമുള്ള പൊതുമുതൽ നശിപ്പിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഉള്ളതുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ തീ പിടിച്ചപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്കുള്ള കുടിവെള്ളം കിട്ടാനുള്ള കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് അതിലെ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ പൈപ്പും കേബിളുമെല്ലാം അതിലെയാണ് കടന്നു വരുന്നത്. അതും ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചിരിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ ചുറ്റുപാടുമുള്ള കോമ്പൗണ്ട് ഹാൾ പോലും ഇവിടെ സാമൂഹ്യ വിരുദ്ധർ പലപ്പോഴും കയറി പൊളിച്ചിട്ടുണ്ട് എന്നെല്ലാം തന്നെ ബന്ധപ്പെട്ട സ്കൂളിൻ്റെ ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ പാവപ്പെട്ട കുട്ടികൾ കുടിക്കുന്ന കുടിവെള്ളത്തിലേക്ക് ആ കുടിവെള്ളം എത്തിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ കുടിക്കുന്ന കുടിവെള്ളം എത്തിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതികളുടെ പൈപ്പാണ് തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. കർശനമായ നടപടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അധികാരികൾ കൈക്കൊള്ളണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങളിവിടെ വന്ന് കാണുകയും സ്കൂളിൻ്റെ പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ടിരുന്നു. നാളെ അവർ നല്ലളം പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി സമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായവും ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. സ്കൂളിൻ്റെ പുരോഗതിക്കും ഈ പ്രദേശത്തിൻ്റെ പുരോഗതിക്കുമെല്ലാം തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അറിയിക്കുകയാണ്. ഇന്നലെ ഫയർഫോഴ്സ് ചീറി വരുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങളെല്ലാവരും താഴത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് ഈ കുന്നിൻ്റെ മുകളിലെത്തിയപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. ഒന്നായിട്ട് കുന്നിൻ്റെ ഒരു 1.5 ഏക്കർ സ്ഥലത്ത് തീ ചുറ്റുപാടും കത്തുക. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പരിസരവാസികളോട് ചോദിച്ചപ്പോൾ ആർക്കും അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. കുന്നിൻ്റെ മുകളിൽ ചുറ്റും ഏതായാലും തീ കത്തുന്ന പ്രദേശങ്ങളിലൊക്കെ വന്ന് കണ്ടപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ കുറച്ച് തീ കൊടുത്തതായി കാണുന്നുണ്ട്. അവിടെ കത്തി പടരാത്തത് കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്കും തീ കൊടുത്തതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് പല ആളുകളെയും കണ്ട് ചോദിച്ചപ്പോൾ ചില ആളുകൾക്ക് സംശയമുണ്ട്, ചിലർ തീ കൊടുത്തതാണ് എന്നൊക്കെ. ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്മാറുക ചെയ്ത്. ഏതായാലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഒക്കെ അല്ലേ അത്. ടൂറിസ്റ്റ് കേന്ദ്രം നല്ലതിനും ആകാത്തതിനും ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഈ നല്ല മനോഹരമായ ഈ കുന്ന് ചില ആളുകൾക്ക് അവരെ ഒരു എന്താ പറയുക ചില വികൃതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി മുമ്പോട്ട് പോവുക. ശനിയാഴ്ച രാത്രികളിലും ഞായറാഴ്ച പകലുകളിലൊക്കെ വളരെ കൂടുതൽ സാമൂഹിക ദ്രോഹികളും മറ്റ് പല ആവശ്യക്കാരും ഈ കുന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ലോണം പോലീസിലൊക്കെ ഇതിൻ്റെ പരാതികളുണ്ട്. സ്കൂൾ പരാതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ വ്യക്തികൾ പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ എന്നുള്ളവർക്ക് ഞങ്ങളൊക്കെ പരാതി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ റൗണ്ട്സൊക്കെ രാത്രി കാലങ്ങളിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും ഒരു കൃത്യമായ നടപടി ഇവിടെ നീങ്ങിയിട്ടില്ല. ഇവിടെ വേണ്ടത് ഇപ്പോൾ ഒരു ശക്തമായ നടപടി സ്വീകരിക്കലാണ്. സാമൂഹ്യ ദ്രോഹികളെ ഈ പ്രദേശത്തു നിന്നും മാറ്റി നിർത്താൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു കർശന നടപടി ഈ കാര്യത്തിലുണ്ടാവണം. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രയാസപ്പെട്ടത് ഈ പ്രദേശങ്ങളിൽ 150-ൽ താഴെ കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് എല്ലാ അതോറിറ്റിയും കൂടി പരിശ്രമം നടത്തിയാൽ പോലും ഒരു 10-15 ദിവസത്തേക്ക് അതിനെ പൂർണ്ണമായും ഒരു പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത രീതിയിലുണ്ടാകുന്ന പൈപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ മണ്ണിനടിയിലുള്ള പൈപ്പുകളും അതുപോലെ മണ്ണിൻ്റെ മുകളിൽ കൂടി പോകുന്ന പൈപ്പുകളൊക്കെ കത്തി ചാമ്പലായി പോയിരിക്കുക. അപ്പോൾ അത് ഈ ആളുകൾ വളരെ കഷ്ടപ്പെടും. ഈ കുടിവെള്ളം വളരെ രൂക്ഷമായ ഈ സന്ദർഭത്തിലും ജനങ്ങൾ നന്നായിട്ട് അതിൻ്റെ മുകളിൽ ബുദ്ധിമുട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട നടപടികൾ ചെയ്യാം എന്ന് അദ്ദേഹം ഇവിടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ 2-3
4 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പരിസര പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഗ്രാമപഞ്ചായത്തിലും ഇതിനെ സംബന്ധിച്ച അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സന്ദർശിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എത്താൻ സാധിച്ചിട്ടില്ല. ഏതായിരുന്നാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ഓവർസിയറെ കൂട്ടിക്കൊണ്ട് വന്ന് അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി എത്രയും പെട്ടെന്ന് ആ പൈപ്പ് മാറ്റിക്കാനുണ്ടാകുന്ന നടപടി സ്വീകരിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ഈ വാർത്താ മാധ്യമങ്ങളും മറ്റും എല്ലാവരുടെയും ശ്രദ്ധ ഇത്തരം പ്രദേശങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടായത് നന്നായി എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ ഉണ്ടാകുന്ന നടപടി കർശനമാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റധികാരികളും നടപടി സ്വീകരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ വൈകുന്നേരം ഒരു 3 മണിയോടുകൂടി ഇരിങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരത്ത് സാമൂഹ്യദ്രോഹികൾ തീവെച്ച് നശിപ്പിച്ചത് കാരണം നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പൈപ്പും അതിൻ്റെ കേബിളും കത്തി നശിക്കുകയും പ്രദേശത്ത് 150ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളം സാമൂഹ്യദ്രോഹികൾ തീ കൊടുത്തത് കാരണം ആ 150 കുടുംബങ്ങളുടെ വെള്ളം കൂടി ഈ ശക്തമായ വേനൽക്കാലത്ത് നഷ്ടപ്പെടുന്നത്. ബന്ധപ്പെട്ട അധികാരികളും മറ്റുള്ളവരും ഈ സാമൂഹ്യദ്രോഹികൾക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകണം. പലപ്പോഴായി നല്ലളം പോലീസ് സ്റ്റേഷനിലും മറ്റുള്ള സ്ഥലത്തുകളൊക്കെ നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫലപ്രദമായ നടപടികൾ പോലീസ് ഇടയ്ക്ക് വരാറുണ്ട് എന്നല്ലാതെ ഫലപ്രദമായ നടപടികളില്ലാത്തത് കാരണം സാമൂഹ്യദ്രോഹികൾ അഴിഞ്ഞാടുക, സ്കൂൾ കോമ്പൗണ്ട് പോലും ചവിട്ടിപ്പൊളിക്കുകയും സ്കൂളിൻ്റെ പരിസരം മുഴുവൻ പച്ചിലും മറ്റും വെച്ചിട്ട് വളരെ മോശമായ രൂപത്തിൽ ചുമരിലൊക്കെ എഴുതി വയ്ക്കുകയും ചെയ്യുന്ന ഇത്തരം സാമൂഹ്യദ്രോഹികളെ നിലയ്ക്ക് നിർത്തേണ്ടത് നാടിൻ്റെ ആവശ്യമാണെന്ന് പറയുകയാണ്.